ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് എന്ന പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും ഒരു വാദമുഖം ഉന്നയിക്കുമ്പോൾ സ്വീകരിക്കുന്ന രണ്ട് അപ്രോച്ചസ് ആണ്. ഇത് രണ്ടും എന്താണ്? ആദ്യം ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയിട്ട് ഒരു പൊതു തത്വത്തിലേക്ക് എത്തുന്ന രീതിയാണ്, ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് ഫൈനലായിട്ട് എത്തുന്ന രീതിയാണ്. അതായത് സ്പെസിഫിക് ടു ജനറൽ, അല്ലെങ്കിൽ പർട്ടിക്കുലറായ ചിലതിൽ നിന്ന് ഒരു പൊതു തത്വത്തിലേക്ക്, ജനറലിലേക്ക് എത്തുന്ന രീതി. അങ്ങനത്തെ ഒരു വാദമുഖം ഉന്നയിക്കുന്ന രീതിയാണ്. ഉദാഹരണം പറയുകയാണ്, ദ സൺ ഹാസ് റൈസൺ ഇൻ ദ ഈസ്റ്റ് എവറി ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നാളിതുവരെയും ഞാൻ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ശ്രദ്ധിച്ചു. അത് കിഴക്ക് തന്നെയായിരുന്നു. അതാണ് സ്വാഭാവികമായി ഞാൻ നാളിതുവരെ കണ്ട എൻ്റെ സ്പെസിഫിക് ആയ കേസുകൾ. സോ ഇറ്റ് വിൽ പ്രോബബ്ലി റൈസ് ഇൻ ദ ഈസ്റ്റ് ടുമാറോ. നാളെയും മിക്കവാറും അത് കിഴക്ക് തന്നെ ആയിരിക്കാനാണ് ഉദിക്കാനുള്ള ചാൻസ്. ഈ വാചകം നോക്കുക. ഇതിൽ അതായത് സൂര്യൻ എപ്പോഴും കിഴക്ക് തന്നെ ആയിരിക്കും ഉദിക്കുക എന്നൊരു ജനറലൈസേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നാളിതുവരെ കണ്ടതെല്ലാം പല പല സ്പെസിഫിക് ആയ കാര്യങ്ങളായിരുന്നു. അത് വെച്ചിട്ട് ഒരു സാമാന്യ തത്വത്തിൽ സൂര്യൻ കിഴക്ക് തന്നെയാണ് എപ്പോഴും ഉദിക്കുക എന്ന പൊതു തത്വത്തിലേക്ക് ഒരു ജനറലൈസേഷനിലേക്ക് എത്തുന്നു. ഇനി ഇത് ഇൻഡക്റ്റീവ് രീതിയുടെ പ്രത്യേകതയാണ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. എവറി ടൈം ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ്. ഞാൻ എപ്പോഴും ഈ ഭക്ഷണശാലയിൽ നിന്നാണ് കഴിച്ചിരിക്കുന്നത്. ദ ഫുഡ് ഹാസ് ബീൻ ഗുഡ്. ഭക്ഷണം നല്ലതായിരുന്നു. സോ ദ ഫുഡ് ഈസ് പ്രോബബ്ലി ഗുഡ് ടുഡേ. അതുകൊണ്ട് തന്നെ ഇന്നും ഭക്ഷണം നല്ലതായിരിക്കും. അതായത് നാളിതുവരെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം, ആ സ്പെസിഫിക് ഒബ്സർവേഷൻസ് എല്ലാം ചേർത്തിട്ട് ഞാനൊരു സാമാന്യ തത്വം രൂപീകരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് എപ്പോഴും നല്ലതായിരിക്കും എന്നൊരു ജനറലൈസേഷനിലേക്ക് ഞാൻ എത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് രീതിയിൽ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന രീതിയാണ്. കുറേ ഉദാഹരണങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു സാമാന്യ തത്വം ആവിഷ്കരിക്കുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രീതിയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യം ജനറൽ പ്രിൻസിപ്പിൾ അഥവാ ഒരു തിയറി ആദ്യം പറയും, എന്നിട്ട് ആ തിയറിയിൽ നിന്ന് കുറേ സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻ. എക്സാമ്പിൾ നോക്കാം. ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാവരും മരിക്കും, എല്ലാവരും നശ്വരരാണ്. ഇത് ഒരു സാമാന്യ തത്വമാണ്, ജനറൽ പ്രിൻസിപ്പിളാണ്. ഇതാണ് ആദ്യം പറയുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്നിട്ട് ഒറ്റപ്പെട്ട കേസുകളുടെ കാര്യം പിന്നീടാണ് പറയുന്നത്. സോക്രട്ടീസ് ഈസ് എ മാൻ. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. ദെർഫോർ അതുകൊണ്ട് സോക്രട്ടീസ് ഈസ് എ മോർട്ടൽ. സോക്രട്ടീസും മരിക്കുന്ന നശ്വരനായ മനുഷ്യനാണ് എന്ന് സ്പെസിഫിക് ആയ കേസിലേക്ക് വരുന്നു. ആദ്യം പറഞ്ഞത് ആ തിയറിയാണ്, എല്ലാവരും മരിക്കുമെന്ന തിയറിയാണ്, ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ കേസാണ്, ഒരു സ്പെസിഫിക് കേസാണ്. ഇങ്ങനെ ജനറൽ ടു സ്പെസിഫിക് എന്ന രീതിയിൽ ഒരു ആർഗ്യുമെന്റ് പറയുന്ന രീതിയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയും. പെൻഗിൻസ് ആർ ബേർഡ്സ്. പെൻഗിനുകൾ പക്ഷികളാണ്. ദെർഫോർ അതുകൊണ്ട് പെൻഗിൻസ് ക്യാൻ ഫ്ലൈ. പെൻഗിനുകൾക്കും പറക്കാൻ കഴിയും. ദോ ദിസ് കൺക്ലൂഷൻ ഈസ് ഫാക്ച്വലി ഇൻകറക്റ്റ്. ഇത് സത്യത്തിൽ പെൻഗിനുകൾ അങ്ങനെ പറക്കുന്ന പക്ഷികളല്ല, വസ്തുതാപരമായി ഇത് തെറ്റാണ്. എങ്കിലും ദ ആർഗ്യുമെന്റ് ഈസ് ലോജിക്കലി വാലിഡ്. ഈ വാദമുഖം ഉന്നയിക്കുന്ന ആൾ പറയുന്നത് യുക്തിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ അത് വാലിഡ് ആയ ഒരു ആർഗ്യുമെന്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഈ രീതി നോക്കുക, എന്താണ് ഇത്? ഈ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ രീതി ഇങ്ങനെയാണ്. അതായത് ആദ്യം തന്നെ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയുന്നുള്ളത് ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്, അത് ആദ്യം പറയുന്നു. എന്നിട്ട് ഒറ്റപ്പെട്ട കേസുകൾ, പെൻഗിന്റെ കേസ്, അതിന്റെ ചുവട് പിടിച്ച് സാധൂകരിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഇനി അടുത്തത് നോക്കാം. വാട്ട് ഈസ് ഇൻഫോർമൽ ഫാലസി? എന്താണ് ഇൻഫോർമൽ ഫാലസി? ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്നത് ആൻ എറർ ഇൻ റീസണിങ്. നമ്മൾ വാദമുഖം ഉന്നയിക്കുന്നതിൽ പിഴവാണ് പൊതുവെ എല്ലാ ഫാലസികളും. ഇവിടെയും അങ്ങനെ തന്നെ. ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് അതർ ദാൻ ദ ലോജിക്കൽ ഫോം. അതിൻ്റെ ലോജിക്കൽ ഫോം അല്ലാത്ത വേറെന്തോ കാരണങ്ങൾ കൊണ്ടാണ് അതിന് ആ ആർഗ്യുമെന്റിനെ നമുക്ക് എടുക്കാൻ പറ്റാത്തത്, സ്വീകരിക്കാൻ പറ്റാത്തത്, അംഗീകരിക്കാൻ പറ്റാത്തത്. അതായത് ആർഗ്യുമെന്റിന്റെ ലോജിക്കൽ ഫോം അല്ലാത്ത മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് അത് എറർ വന്നിരിക്കുന്നു. ഓക്കെ, ഓഫൺ റിലേറ്റഡ് ടു, പലപ്പോഴും അതിൻ്റെ കണ്ടന്റ്, ആ കോണ്ടെക്സ്റ്റ്, ഇതിനൊക്കെ ബന്ധപ്പെട്ടായിരിക്കും. ഓഫൺ റിലേറ്റഡ് ടു ദ കണ്ടന്റ് ഓർ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ആർഗ്യുമെന്റ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് ഹോമിനം അറ്റാക്സ്, സ്ട്രോമാൻ ആർഗ്യുമെന്റ്സ്. അഡ് ഹോമിനം ഏതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങളാണ് പറയുന്നത്. അഡ് ഹോമിനം അറ്റാക്ക്, അതിൻ്റെ കണ്ടന്റ്
വ്യത്യസ്തമാണ്. കാരണം അതിന്റെ വ്യക്തിയെ എതിർക്കുന്ന രീതിയാണ് അഡ് ഹോമിനം അറ്റാക്ക് എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞ ആർഗ്യുമെന്റിനെ എതിർക്കാതെ ആ വ്യക്തിയെ, ആ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ച വ്യക്തിയെ പേഴ്സണലി കുറ്റപ്പെടുത്തുന്ന ഒരു ആർഗ്യുമെന്റ് രീതിയാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോമാൻ ആർഗ്യുമെന്റും ഇതുപോലെ തന്നെയാണ്. അത് ഒരു വേറെ രീതിയിൽ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ആശയം കാണിച്ചിട്ട് ആ ആർഗ്യുമെന്റിനെ വഴിതിരിച്ചു വിടുന്ന രീതി. അതുപോലെ തന്നെ ആൻഡ് ഫോൾസ് ഡിലമാസ്, അതുപോലെ തന്നെ ഫോൾസ് ഡിലമ, ഇതൊക്കെ ഇത്തരത്തിലുള്ളവയൊക്കെ ഏതാണ്ട് ഈ രീതിയാണ്. അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ്, അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ഫോമിനല്ല കുഴപ്പമുള്ളത് ആർഗ്യുമെന്റിന്. അങ്ങനത്തെ ടൈപ്പ് ആർഗ്യുമെന്റിനെയാണ് ഇൻഫോർമൽ ഫാലസികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഓക്കെ, ഇനി ലോജിക്കൽ ഫാലസികൾ വേറെയാണ്. ഇനി വാട്ട് ആർ കൺജങ്ഷൻസ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോജിക്കൽ ഫാലസി എന്താണ് ചോദിച്ചപ്പോൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഫോർമൽ ഫാലസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ വാട്ട് ആർ കൺജങ്ഷൻസ്? കൺജങ്ഷൻസ് ആർ വേർഡ്സ് ദാറ്റ് കണക്ട് ക്ലോസസ്, ഒരു ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വാക്കുകളാവാം. സെന്റൻസസ്, ചിലപ്പോൾ സെന്റൻസസിനെ കണക്ട് ചെയ്യുന്ന വാക്കുകളാവും. ഓർ വേർഡ്സ്, അല്ലെങ്കിൽ വാക്കുകളെ കണക്ട് ചെയ്യുന്ന വാക്കുകളായിരിക്കാം. ഉദാഹരണം പറയാം, സച്ച് ആസ് ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്, ബട്ട് ഒരു കൺജങ്ഷൻ ആണ്, ഓർ ഒരു കൺജങ്ഷൻ ആണ്, അതുപോലെ തന്നെ സോ ഒരു കൺജങ്ഷൻ ആണ്. ഇതൊക്കെ ആൻഡ്, ബട്ട്, ഓർ, സോ ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. വാക്കുകളെയോ വാക്യങ്ങളെയോ വാചകങ്ങളെയോ ഒക്കെ കൂട്ടിച്ചേർക്കാൻ ഇത് ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ, ഡിഫൈൻ സെമിനാർ. സെമിനാർ എന്താണ്? സെമിനാർ, എ സെമിനാർ ഈസ് ആൻ അക്കാദമിക് സെറ്റിംഗ് വേർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു പഠന സംബന്ധമായ ഒരു അന്തരീക്ഷമാണ് സെമിനാർ എന്ന് പറയുന്നത്. അവിടെ ഒരു കൂട്ടം ആളുകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു. ഡിസ്കസ് എ പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പ്രത്യേക ടോപ്പിക് ചർച്ച ചെയ്യുന്നു. ഓഫൺ ലെഡ് ബൈ ആൻ എക്സ്പെർട്ട് ഓർ ഇൻസ്ട്രക്ടർ, അവിടെ ഒരു എക്സ്പെർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. വിത്ത് ദ എയിം ഓഫ് എക്സ്പ്ലോറിങ് ഐഡിയാസ്, ആശയങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നതായിരിക്കാം ലക്ഷ്യം. ഷെയറിങ് നോളജ്, അറിവ് ഷെയർ ചെയ്യുക എന്നതായിരിക്കാം ലക്ഷ്യം. ആൻഡ് ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, ചിലപ്പോൾ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുപോലുമാകാം അവിടെ ലക്ഷ്യം. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് എ സി വി? എന്താണ് ഒരു സി വി? കരിക്കുലം വിറ്റ എന്ന് പറയുന്നത് എന്താണ്? എ സി വി ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്. സി വി എന്നത് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്. ദറ്റ് ഔട്ട്ലൈൻസ് എ പേഴ്സൺസ് എഡ്യൂക്കേഷൻ, ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തെ ഔട്ട്ലൈൻ ചെയ്യുന്നു. വർക്ക് എക്സ്പീരിയൻസ്, അയാളുടെ തൊഴിൽ സംബന്ധമായ അനുഭവ സമ്പത്തിനെ വിശദീകരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്. ബയോഡാറ്റയിൽ നിന്നും കുറച്ചുകൂടി ഉപരിയാണ്. അയാളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ആൻഡ് അച്ചീവ്മെന്റ്സ്, അയാളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. അതാണ്, അതായത് ഒരു ജോലിക്ക് നമ്മുടെ സി വി ആണ് കൂടുതൽ വിലപ്പെട്ടതായിട്ടുള്ളത്. കാരണം നമ്മളുടെ കഴിവുകൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് സി വിയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അയാളുടെ വർക്ക് എക്സ്പീരിയൻസും സ്കിൽസും അച്ചീവ്മെന്റ്സും എല്ലാം പറയുന്നു. ടിപ്പിക്കലി യൂസ്ഡ് വെൻ അപ്ലൈയിങ് ഫോർ ജോബ്സ് ഓർ അക്കാദമിക് പൊസിഷൻസ്, ജോലികൾക്ക് അക്കാദമിക് പൊസിഷനുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാറുണ്ട്. അടുത്ത, വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അടുത്തൊരു ചോദ്യം. വെർബൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്കർ വിത്തിൻ ദ യൂസ് ഓഫ് വേർഡ്സ് സച്ച് ആസ് ത്രൂ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആംഗ്യ ഭാഷ ഉപയോഗിച്ച്, മുഖഭാവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. കണ്ണുകളുടെയും മുഖത്തെ പേശികളുടെയും ഒക്കെ ചലനം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്തെ മറ്റ് ഭാവപ്രകടനങ്ങൾ, ജസ്റ്ററുകൾ, ആംഗ്യങ്ങൾ, പോസ്റ്ററുകൾ, നമ്മുടെ ഇരിപ്പിൻ്റെയും നിൽപ്പിൻ്റെയും നില, അതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ വല്ലാണ്ട് ടയേർഡ് ആണെങ്കിൽ, താങ്ങി എവിടെയെങ്കിലും ചാരി നിൽക്കുവാണെങ്കിൽ ഒക്കെ അതൊക്കെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു കാണുന്നയാളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നിൽപ്പിന്റെ നില, നമ്മൾ ഒരു കാര്യത്തിൽ തൽപരനാണെങ്കിൽ ആ പറയുന്ന ആളിലേക്ക് മുഖം ഇങ്ങനെ ചാഞ്ഞിരുന്ന് കേൾക്കും. അത് നമ്മുടെ ആ പോസ്റ്റർ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളതിൽ തൽപരനാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ, പക്ഷേ ഇത് വാക്ക് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വാക്ക് ഉപയോഗിക്കാതെ ആംഗ്യങ്ങൾ, നമ്മുടെ ചലനങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്, നമ്മുടെ ഐ കോണ്ടാക്ട്, ഇവയൊക്കെ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വാക്കുകളില്ല, വിതൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ്. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഉറപ്പായിട്ട് എഴുതേണ്ട കാര്യം. വാട്ട് ഈസ് ആംഫിബോഡി? എന്താണ് ആംഫിബോഡി? ആംഫിബോഡി ഈസ് എ ടൈപ്പ് ഓഫ് ആംബിഗിറ്റി ദാറ്റ് അറൈസസ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഘടന എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു പിശകാണ് ആംഫിബോഡി എന്ന് പറയുന്നത്. ലീഡിങ് ടു മൾട്ടിപ്പിൾ പോസിബിൾ ഇന്റർപ്രിട്ടേഷൻസ്. കാരണം ആ വാചകത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം വാചക ഘടന തെറ്റായതുകൊണ്ട് നമുക്ക് ഒരർത്ഥമല്ല, പല അർത്ഥത്തിൽ ആ വാചകത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. ഇറ്റ് ഓഫൻ ഒക്കേഴ്സ് ഡ്യൂ ടു അൺക്ലിയർ ഓർ ആംബിഗിയസ് ഫ്രേസിങ്. അതെന്തുകൊണ്ടാണ്? അത് തയ്യാറാക്കിയിരിക്കുന്ന ആ വാചകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൺഫ്യൂസിങ് ആയ രീതിയിലാണ്, അവ്യക്തമായിട്ടാണ് അല്ലേ. മുത്തശ്ശന്റെ വളഞ്ഞ കാലുള്ള ഉട എന്ന് പറയുന്നതിന് പകരം
വളഞ്ഞ കാലുള്ള മുത്തശ്ശന്റെ കുട എന്ന് പറഞ്ഞാലോ നമുക്ക് സംശയം തോന്നും. മുത്തശ്ശന്റെ കാലിനാണോ വളവ്, കുടയ്ക്കാണോ വളവ് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ എന്താണ് ആ വാചകഘടനയുടെ തെറ്റാണ്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് പറയേണ്ടത്? മുത്തശ്ശന്റെ വളഞ്ഞ കാലുള്ള കുട എന്ന് തന്നെ പറയണം. അല്ലാതെ വളഞ്ഞ കാലുള്ള മുത്തശ്ശന്റെ കുട എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. മുത്തശ്ശന്റെ കാലിനാണോ വളവ് അതോ കുടയ്ക്കാണോ വളവ് എന്നുള്ളത് കേൾക്കുന്നയാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്തത്, വാട്ട് ഈസ് പ്രൂഫ് റീഡിംഗ്? എന്താണ് പ്രൂഫ് റീഡിംഗ്? പ്രൂഫ് റീഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിവ്യൂയിങ് എ റിട്ടൺ ഡോക്യുമെന്റ് ഫോർ എറർ ഇൻ ഗ്രാമർ. ഒരു എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റിൽ ഗ്രാമർ പിശകുണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ, കുത്തകോമ എന്നിവയുടെ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക, സ്പെല്ലിങ്ങിന്റെ തെറ്റുണ്ടോ എന്ന് നോക്കുക, ആൻഡ് ഫോർമാറ്റിംഗ്, അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ അന്തിമ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നോക്കുക. ബിഫോർ ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ് ഓർ പബ്ലിഷ്ഡ്, അത് അന്തിമമായി ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പോ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് കോൺകോർഡ്? എന്താണ് കോൺകോർഡ് എന്ന് പറയുന്നത്? കോൺകോർഡ് എന്ന് പറയുന്നത് ഗ്രാമറിലെ ഇൻ ഗ്രാമർ കോൺകോർഡ് റെഫേഴ്സ് ടു ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ വേർഡ്സ് ഇൻ എ സെന്റൻസ്. ഒരു വാചകത്തിലെ വാക്കുകളുടെ പൊരുത്തത്തെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും വെർബും തമ്മിൽ എപ്പോഴും പൊരുത്തം വേണം. സിംഗുലറിന് ഇണങ്ങുന്ന രീതിയിൽ വേണം വെർബ് ക്രിയാപദം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന് അതിനിണങ്ങുന്ന രീതിയിൽ വേണം ക്രിയാപദം ഉപയോഗിക്കാൻ. ഐ വി യു ദേ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്കൊരിക്കലും ഈസ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ആം, ഐ ആണെങ്കിൽ ആമെന്നും വി യു ദേ എന്നിവയ്ക്ക് ആർ എന്നുമാണ് പ്രയോഗിക്കേണ്ടത് ക്രിയാപദം. നോക്കുക, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അപ്പൊ ആ പൊരുത്തത്തെയാണ്, സബ്ജക്റ്റ് വെർബ് തമ്മിലുള്ള പൊരുത്തത്തെ കോൺകോർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റ് നൗണും പ്രോനൗണും തമ്മിലുള്ള പൊരുത്തത്തെ ഒക്കെ, സബ്ജക്റ്റ്, നൗണ്, പ്രോനൗൺ ഇവയൊക്കെ തമ്മിലുള്ള പൊരുത്തം, അല്ലെങ്കിൽ അതിന്റെ നമ്പർ, പ്ലൂറൽ, സിംഗുലർ, പ്ലൂറൽ ഇവ തമ്മിലുള്ള പൊരുത്തം, ആ തരത്തിലുള്ള കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുന്നതിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജെൻഡർ, അല്ലെങ്കിൽ കേസ്, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് ഈസ് ബോഡി ലാംഗ്വേജ്? എന്താണ് ബോഡി ലാംഗ്വേജ്? നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ പോസ്ചർ, മുഖഭാവങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫിസിക്കൽ മൂവ്മെന്റ്സ്, ഇതൊക്കെ ബോഡി ലാംഗ്വേജിന്റെ എക്സാമ്പിൾ ആണ്. ബോഡി ലാംഗ്വേജ് റെഫേഴ്സ് ടു ദ നോൺ വെർബൽ സിഗ്നൽസ് ആണ് ദാറ്റ് പീപ്പിൾ സെൻഡ് ത്രൂ ദെയർ ഫിസിക്കൽ മൂവ്മെന്റ്സ്. അവരുടെ ശരീരത്തിന്റെ ചലനം. പതിയെ നടക്കുന്നത് ഒരു ബോഡി ലാംഗ്വേജ് ആണ്. വേഗത്തിൽ നടക്കുന്നതോ അത് മറ്റൊരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓടുന്നത് മറ്റൊരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പോസ്ചർ ഇരിപ്പിന്റെയോ നിൽപ്പിന്റെയോ ഒക്കെ നിലയാണ്. എങ്ങനെയാണ്, ചാരിയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ടാഞ്ഞാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ്, ഇതൊക്കെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല അയാളുടെ ആ മാനസികാവസ്ഥ. ഫേഷ്യൽ എക്സ്പ്രഷനും അതുപോലെ, പക്ഷെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. നോൺ വെർബൽ സിഗ്നൽസ് ആണ് ബോഡി ലാംഗ്വേജ്. എപ്പോഴും ഓർക്കുക. എക്സാമ്പിളുകളായിട്ട് ഇതൊക്കെ പറയാം. ഇത് നമ്മുടെ ഇമോഷൻസിനെയും ആറ്റിറ്റ്യൂഡിനെയും ഇന്റൻഷനെയും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും എന്ന് മാത്രം. വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ഇത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു വശമാണ് എന്ന് മാത്രം പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. അതാണ് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് എ പ്രസന്റേഷൻ? ഒരു പ്രസന്റേഷനിലെ തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കറുകൾ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് പല ആൾക്കാരുണ്ട്. അത് പ്രസന്റർ ആവാം, അല്ലെങ്കിൽ സ്പീക്കർ ആവാം. ഓഡിയൻസ് തീരുമാനം എടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് പ്രസന്റേഷനിൽ. അതായത് ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ അവര്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹു ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രസന്റേഷൻ ഔട്ട്കം. ഈ പ്രസന്റേഷന്റെ അന്തിമ ഫലം എങ്ങനെ വേണമെന്ന് താല്പര്യമുള്ള ഗുണഭോക്താക്കൾക്ക് അതിന്റെ തീരുമാനം എടുക്കാനായിട്ട് കഴിയും. ദീസ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ദ കണ്ടന്റ്. ഈ ഇൻഡിവിജ്വൽസ് ആണ്, ഗ്രൂപ്പുകളാണ് കണ്ടന്റ് എങ്ങനെ വരണമെന്ന് തീരുമാനം എടുക്കുന്ന ആൾക്കാർ. അതിലേക്ക് അതിന്റെ ടോൺ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഡെലിവറി ഓഫ് ദ പ്രസന്റേഷൻ. കാരണം ഓരോ ഗ്രൂപ്പിനനുസരിച്ചാണ് നമ്മൾ പ്രസന്റേഷൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ക്ലാസ് റൂം പ്രസന്റേഷൻ ആണെങ്കിൽ അതിന് പറ്റിയ രീതിയിലാണ് നമ്മൾ പ്രസന്റേഷൻ തയ്യാറാക്കുക. അല്ല, മറ്റൊരു വിഭാഗമാണെങ്കിൽ അതിനനുസരിച്ച്, നമുക്ക് പെർസീവ് ചെയ്യേണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചാണ് പ്രസന്റേഷന്റെ കണ്ടന്റ് വരിക. സോ ഇതൊക്കെയാണ്. വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ എ സർവേ? ഒരു സർവേയിൽ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കാം? അതാണ് അടുത്ത ചോദ്യം. ടൂൾസ് യൂസ്ഡ് ഫോർ സർവേ. സം കോമൺ ടൂൾസ് ഏതൊക്കെയാണ്? ഓൺലൈൻ സർവേ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. ഗൂഗിൾ ഫോം, സർവേ മങ്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ക്വസ്റ്റ്യനെയറുകൾ ഉപയോഗിക്കാം. ഇന്റർവ്യൂസ് ഉപയോഗിക്കാം. ഇനി പോൾ, ഇലക്ഷൻ പോലുള്ള വോട്ടിനിടുന്ന പരിപാടികൾ ഉപയോഗിക്കാം. ദീസ് ടൂൾസ് ഹെൽപ്പ് കളക്ട് ഡാറ്റ ആൻഡ് ഒപ്പീനിയൻ ഫ്രം ദ റെസ്പോണ്ടൻസ്. പ്രതികരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഡാറ്റയും മറ്റുമൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും.